വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുതിയിലേക്ക് അവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക പുഴുക്കും ചമ്മന്തിയാണ്. 4 മണിക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണത്. ശരിക്ക് എന്നാലും ഇടനേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചക്കപ്പുഴുക്കും ചമ്മന്തി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നന്നായി കഴുകിയെടുക്കണം. ചക്ക നന്നായി അരിഞ്ഞെടുത്ത് നന്നായി കഴുകിയെടുത്ത് 3 മുറിച്ചതാണ്. അത് ഇതിലേക്കിടാം. പച്ച ചക്കയാണ് ഇതിന് വേണ്ടത്, ചനച്ചത് പാടില്ല. ഒരു ചെറിയ ചക്കയാണ്. ഇതിലേക്കിടാം. നന്നായി കഴുകിയെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നികയ്ക്ക് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇളക്കി മൂടിയിടാം. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒന്ന് നികയ്ക്ക് വെള്ളം ഒഴിച്ച് സ്റ്റൗ ഓണാക്കാം. ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് അവസാനത്തെ ചക്കയാണ്. മഴയത്ത് കുറേ നിന്ന ചക്കയാണ്. അതിൽ പച്ച ചക്കയാണ്. ഈ മൂടി വേവിക്കാം. ഒരു ജാറിലേക്ക് ഒരു കാമൂറി നാളികേരം, അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ: കാമൂറി നാളികേരം, 4 പച്ചമുളക്, ഒരു 4 ചുമന്നുള്ളി, 4 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂണോളം ജീരകം, കുറച്ച് വേപ്പിൻ്റെ ഇല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിച്ച് വരാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരപ്പ് ചേർക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി, വല്ലാണ്ട് അരിയണ്ട. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം വറ്റിയിട്ടുണ്ട്. ഈ മാറ്റി വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് മാറ്റി വയ്ക്കുക. സ്റ്റൗ കത്തിക്കാം. കുറച്ച് 2 ഉണക്കമുളക്, 5-8 ചുമന്നുള്ളി, 5-8 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കളറിനായിട്ട്. പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കാം. ചെറിയ ഉരുള പുളി എടുത്ത് ഇതിൽ പിഴിഞ്ഞ് ഒഴിക്കാം. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ചക്കപ്പുഴുക്കും ചമ്മന്തിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.